മോഹൻലാലിന്റെ ആറാട്ട് എന്ന സിനിമ റിലീസായതിനൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയ താരമാണ് സന്തോഷ് വർക്കി. ആറാട്ടണ്ണൻ എന്നാണ് അന്നു മുതൽ സന്തോഷ് വർക്കിയെ സോഷ്യൽ മീഡിയ വിളിക്കുന്നതും. സിനിമകളെ കുറിച്ചുള്ള സന്തോഷിന്റെ റിവ്യൂ വളരെ പെട്ടെന്നാണ് വൈറലായി മാറിയത്. പിന്നാലെ മറ്റു സിനിമകളെ കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവെച്ചും താരമെത്തി. ഇതിനിടെ ചില നടിമാരെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹത്തെക്കുറിച്ചും സന്തോഷ് പറഞ്ഞിരുന്നു. ഇതോടെ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനവും നേരിടേണ്ടി വന്നു. ഇപ്പോഴിതാ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങളും ട്രോളുകളും നേരിടുകയാണ് സന്തോഷ് വർക്കി. പുതിയ സിനിമയുടെ റിലീസിനെത്തിയ നടി ഐശ്വര്യ ലക്ഷ്മിയെ കുറിച്ച് നടത്തിയ പരാമർശമാണ് ആറാട്ടണ്ണനെ വീണ്ടും എയറിലാക്കിയിരിക്കുന്നത്. ഐശ്വര്യയുടെ പുതിയ സിനിമയായ ഹലോ മമ്മി കഴിഞ്ഞ ദിവസമാണ് റിലീസ് ചെയ്തത്. ഷറഫുദ്ദീനാണ് ചിത്രത്തിലെ നായകൻ. ഐശ്വര്യ ലക്ഷ്മിയെ സിനിമയിൽ ലിപ് ലോക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് നേരത്തെ ഇൻസ്റ്റയിൽ റീലിൽ പറഞ്ഞിരുന്നു എന്നാണ് സന്തോഷ് വർക്കി മീഡിയയ്ക്ക് മുന്നിലെത്തി പറഞ്ഞത്. പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത്. സന്തോഷ് വർക്കിയെ ട്രോളുകളിലൂടെ കടന്നാക്രമിക്കുകയാണ് സോഷ്യൽ മീഡിയ. വളരെ രൂക്ഷമായ പ്രതികരണങ്ങളും ട്രോളുകളുമാണ് സന്തോഷ് വർക്കിക്ക് നേരിടേണ്ടി വരുന്നത്. ഞാൻ ഒരു കഥാപാത്രമായി വന്ന് അണ്ണന്റെ ചെവിക്കല്ലിനടിക്കട്ടെ, വേദനിക്കില്ലല്ലോ, റിയൽ അല്ലല്ലോ, കഥാപാത്രത്തിന് വേണ്ടി മരിക്കാനും പുള്ളി തയ്യാറാ. ഇവനെതിരെ സിനിമാ നടിമാർ എല്ലാവരും ചേർന്ന് കൊട്ടേഷൻ കൊടുക്കാൻ ചാൻസ് കാണുന്നുണ്ട്. രാത്രി 9 മണിക്ക് അണ്ണന്റെ ലൈവ് ഉണ്ടായിരിക്കും. കരണക്കുറ്റി നോക്കി ഒരെണ്ണം തരട്ടെ, എത്ര തല്ലുകൊണ്ടാലും ഇനിയും തല്ലു വേണമെന്ന് ചോദിച്ചു വാങ്ങുന്നു. കേരള പോലീസിനെ മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. പരസ്യമായി മീഡിയയുടെ മുന്നിൽ വന്ന് ഒരു സ്ത്രീക്കെതിരെ ഇയാൾ എന്തൊക്കെയാണ് പറയുന്നത് എന്നിങ്ങനെ നീളുന്നു പോസ്റ്റിന് താഴെയുള്ള കമന്റുകൾ. അതേസമയം മറ്റൊരു വീഡിയോയും വൈറലാകുന്നുണ്ട്. ഈ വീഡിയോയിൽ ഐശ്വര്യ ലക്ഷ്മിയുമുണ്ട്. തിയേറ്ററിന് മുന്നിൽ നിന്നുള്ളതാണ് വീഡിയോ. സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഐശ്വര്യയുടെ പിന്നിൽ സന്തോഷ് വർക്കി എത്തുകയും താരത്തെ വിളിക്കുകയുമാണ്. ഐശ്വര്യ തിരിഞ്ഞപ്പോൾ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് കൈ നീട്ടുകയാണ് സന്തോഷ് വർക്കി. എന്നാൽ ആളെ മനസ്സിലായതും ഐശ്വര്യ ലക്ഷ്മി കൈ പിൻവലിച്ച് അവിടെ നിന്നും പോകുന്നതാണ് വീഡിയോയിൽ കാണുന്നത്. ഈ വീഡിയോയ്ക്ക് താഴെയും നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത്. ആറാട്ടണ്ണന്റെ വക ഇന്നൊരു ലൈവ് ഉണ്ടാകും. ഇറച്ചിക്കടയുടെ മുന്നിൽ പട്ടി നോക്കിയിരിക്കുന്നത് പോലെയുള്ള നോട്ടം. ഇന്ന് വരും ഐഷു യക്ഷിയാണ്, അവൾക്ക് ജാടയാണ്, അഭിനയം കൊള്ളില്ല. ഇവന്റെ ധാരണ ഇവൻ വലിയ എന്തോ ഒരു സംഭവമാണെന്നുള്ളതാണ്. ഇന്ന് രാത്രി എന്തായാലും ഒരു ലൈവ് പ്രതീക്ഷിക്കാം. ഇത്രയും ദരിദ്രവാസിയായ ഒരു മലയാളിയെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്രയൊക്കെ നാണം കെടാൻ ഇങ്ങേരു കഴിഞ്ഞ ജന്മത്തിൽ എന്ത് പാപമാണാവോ ചെയ്തത്? ആദ്യമായാണ് ഒരാൾ അപമാനിക്കപ്പെടുന്നത് കണ്ട് ചിരി വരുന്നത് എന്നിങ്ങനെയാണ് കമന്റുകൾ നീളുന്നത്. എന്തായാലും ഒരിടവേളയ്ക്ക് ശേഷം ആറാട്ടണ്ണൻ വീണ്ടും ചർച്ചയാവുകയാണ്. ഇനി ഇവയോടെല്ലാം പ്രതികരിച്ച് അണ്ണൻ വീണ്ടും വരുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മൂവി ന്യൂസിൽ വീണ്ടും കാണാം.